ഹലോ ഗായ്സ്, നമ്മൾ ഇന്നൊരു വീഡിയോ ആയിട്ട് വന്നേക്കാണ്. ഹോം ടൂറിന് ഏകദേശം ഹോം ടൂർ പോലെയാണ്. അവിടെ കാണുന്നൊരു പൊട്ടിയല്ല ഇങ്ങനെയാണ്. അവള് വീഡിയോ എടുക്കണം ഗൈസ്, യൂട്യൂബിലിടാൻ വേണ്ടി വീഡിയോ എടുക്കാൻ. വെറുതെ ലൈറ്റ് ഇട്ടു ഗൈസ്, നല്ല വെട്ടുണ്ടായിരുന്നു. സോഫയാണ്, ഡൈനിങ് ഹോളും ലിവിങ് റൂമും കൂടി ചേർത്തിട്ടുള്ളൊരു ടീ ആണ് റൂം ആണ് കേട്ടോ. പിന്നെ എനിക്ക് ഒരു ആദരവ് കിട്ടിയിട്ടുണ്ടായിരുന്നു. എൻ്റെ സ്കൂളിൽ നിന്ന് എനിക്കൊരു ആദരവ് കിട്ടിയിട്ടുണ്ടായിരുന്നു. സബ് ജില്ലാ തല കലോത്സവത്തിന് കിട്ടിയതാണ്. അത് ഞാനിവിടെ ഫ്രണ്ട് ഡൈനിങ് ഹാളിലാണ് വെച്ചിരുന്നത് കേട്ടോ. ഓക്കെ. അപ്പോൾ പിന്നെ എനിക്കൊരു പസില് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ ഇതിൻ്റെ ഒരു കൗതുകം തന്നെ വാങ്ങിയതാണ്, കളിക്കാനുണ്ടായിരുന്നു പറഞ്ഞിട്ട്. പക്ഷെ അതെന്താ പറയുക, കൊട്ടാരം ഉണ്ടാക്കാനുള്ളായിരുന്നു. ഞാൻ വിചാരിച്ചില്ല ഗൈസ്. കണ്ടു, ഞാനത് വെച്ച് എങ്ങനെയൊക്കെയോ ഒരു കൊട്ടാരം മേക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ നമ്പറുണ്ട്. അപ്പോൾ നമുക്കത് ചെയ്യാം. ഇതെൻ്റെ ചേച്ചിയാണ്, യൂട്യൂബ് ഇടാൻ വീണ്ടും വീഡിയോ എടുത്തോണ്ടിരിക്കുക. യെസ് ഗൈസ്. ഓക്കെ, അതിൻ്റെ ഇടയിൽ അവൾ ചേച്ചി. ഇത് മിററാണ്. മിററിൽ വേറൊന്നുമില്ല. പിന്നെ ബിറ്റ് ഇതവിടെയൊക്കെ കുറേ പടങ്ങൾ ഞാൻ വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടു, പടങ്ങൾ വരച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിനി കിച്ചണിലോട്ട് പോകാൻ. കിച്ചൺ ഓക്കെയാണ്. ഇത് നമ്മളെ കിച്ചണാണ്. കുറേ പാത്രങ്ങളുണ്ട്, കുറേ സാധനങ്ങളുണ്ട്. അവിടെ ഫ്രിഡ്ജും ഉണ്ട് കേട്ടോ, ചെറിയ ഫ്രിഡ്ജ്. നമുക്ക് നേരെ നമ്മുടെ റൂമിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത് ഗൈസ്. ഇവിടെ ഞങ്ങളൊന്നും വരച്ച് വെച്ചിട്ടില്ല ഗൈസ്. ഒരു ചെറിയ അലമാരൊക്കെ തുറക്കുമ്പോൾ ഞങ്ങളുടെ ഇത് തുറക്കുമ്പോൾ എന്ന് പറയുമ്പോൾ നമ്മളുടെ ബുക്ക്, പഴയ ബുക്സില്ലേ, അതൊക്കെയാണ് കേട്ടോ ഇവിടെ വെച്ചേക്കണം. നമുക്ക് റിവേഴ്സിൽ, ഓ മൈ ഗോഡ് ഗൈസ്, റിവേഴ്സിലിന് നടക്കാം ഗൈസ്. ആണോ ഇവിടെ വിളിച്ച് വീഡിയോ ചെയ്യാം. ഓക്കെ. ഗൈസ്, നമുക്കിവിടെ ഇനി അടുക്കളയിൽ കിച്ചണിൽ നിന്ന് പുറത്തേക്ക് പോവാം. പുറത്തേക്ക് പോയി ചേച്ചി വീഡിയോ എടുക്കാൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. യെസ് ഗൈസ്, ഇതാണ് ചേച്ചി വീഡിയോ എടുത്തോണ്ട് കൊണ്ടല്ലോ ഗൈസ്. അവളുടെ വീഡിയോ ആണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. നമുക്ക് കണ്ടു കുറേ മരങ്ങളുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് കണ്ടു ഗൈസ്. അടുത്തുനിന്ന് ഇങ്ങനെ കല്ലാണ് ഗൈസ്, കല്ല്. ഓ മൈ ഗോഡ് ഗൈസ്, നമുക്ക് കാടാണ് ഗൈസ്. നമുക്കിനി ഓ മൈ ഗോഡ് ഗൈസ്, നമുക്ക് ഇങ്ങോട്ടേക്ക് പോവാം. ഗൈസ്, ഈ കുറേ സ്ഥലങ്ങൾ കാണിക്കാനുണ്ട്, നിങ്ങളെ കുറേ സംഭവങ്ങൾ കാണിക്കാനുണ്ട് നമുക്ക്. ഈ ഗൈസ് പുറത്ത് നല്ല വെയിലാണ്. ഇതാ ഇവിടെ ഒരു ഊഞ്ഞാലുണ്ട് ഗൈസ്. ഞാനിവിടെ നിന്ന് ഇരിക്കാം ഗൈസ്. നല്ല വെയിലാണ്. ഇപ്പോൾ വീഡിയോ എടുക്കുന്ന പോലെ എനിക്കിതിൽ കാണാൻ കഴിയുന്നില്ല. അപ്പോഴത്തെ ചേച്ചി വന്നിട്ട്, ഒരു ചേച്ചിയല്ല ഗൈസ്, ഞാൻ എപ്പോഴും വരുന്നൊരു ചേച്ചിയാണ്. അതായത് നമ്മൾ പിന്നെ കണ്ടു ബാക്കിൽ ചെടികൾ കണ്ടല്ലോ ഗൈസ്. നമ്മൾ അപ്പുറത്തേക്ക് പോകണം, എന്നാലേ കാണാൻ പറ്റും. ഇവിടുന്ന് കാണാൻ കഴിയില്ല. റോട്ടിലോട്ടിറങ്ങിയിട്ടുണ്ട്, കുറച്ച് തണൽ കിട്ടും ഗൈസ്. കാടിൻ്റെ ഇടയിൽ നിന്ന് ഷൂട്ട് ചെയ്യുന്നത് ഞാനാണ് ഗൈസ്. അയ്യോ, താഴോട്ട് പോണ വഴി, മുകളിലേക്ക് പോണ വഴി ഭയങ്കര വെയിലാണ് ഗൈസ്. ഇനി ഇവിടെ ഒന്നും കാണിക്കാനില്ലെന്ന് തോന്നുന്നു. ഒന്നും കാണിക്കാനില്ല ഗൈസ്. ഓമൈഗോട്ട്, ഒന്നും കാണിക്കുന്നില്ല. എല്ലാം കണ്ടല്ലോ, പുറത്ത് പുറമേയുള്ള കണ്ടല്ലോ. നമുക്ക് നേരെ ഈ വീട്ടിലോട്ട് പോവാം. റിവേഴ്സിൽ നടന്ന ശീലമായി. ഇതാ അവിടെ കുറേ ശരിയുണ്ട്. വീടായിരുന്നു എനിക്ക് ഒരു ഫോണിനെ കാണാൻ പറ്റുന്നുള്ളത്. ഇത് ഗൈസ് തെറ്റിപ്പോയാണ്. ഇനി മണ്ടയിലൊരു മരം നിൽക്കുന്നില്ലേ, ഇതായി മരം. ഇത് ഇരിക്കുന്നൊക്കെ ഞാൻ പോകുന്നിടത്തൊക്കെ ഇവിടെ വരുന്നുണ്ടല്ലോ ഗൈസ്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് മുല്ല, നവരേല, അവിടെ
കസ്റ്റാർഡ് ആപ്പിളിൻ്റെ മരം, അതിലൊരു ഫ്രൂട്ട് ഞാൻ കാണിച്ചു കണ്ടു സ്റ്റെപ്പ്. പിന്നെ ഒരു മുല്ലല്ലോ എന്തോ തുളസിയുണ്ട്, വലിയ മുല്ല ഗാസ്. പിന്നെ രമ്പയിലുണ്ട്, നമ്മൾ ചിക്കനിലൊക്കെ ഇടുന്ന രമ്പല, ശംഖുപുഷ്പം, അതിൻ്റെ പൂവ് അതുകൊണ്ട് നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് ജൂലിയുടെ അടുത്തോട്ട് പോകാം. ജൂലി ആരാന്നുണ്ടെങ്കിൽ തിരക്കും. ജൂലി ആരാന്ന് ഞാൻ പറഞ്ഞു തരാം. ഇതോ കിടക്കുന്നൊരു സാധനമില്ലേ, അത് ജൂലിയാണ് ഗൈസ്. നമ്മുടെ പട്ടിക്കുട്ടിയാണ്. ജൂലി പെണ്ണ് അതിൻ്റെ ഇടയിൽ കയറി കിടക്കുകയാണ്, ഒളിച്ച് കിടക്കുകയാണെന്നാണ് തോന്നണം, ക്യാമറ പഠിച്ചിട്ട്. ഇതാണ് നീയൻ്റെ ഇവിടെ വാഴ നിൽപ്പുണ്ട് ഗൈസ്. ബനാന ട്രീയാണ്. എന്താണ് പട്ടു റോസ എന്ന് പറയുന്നൊരു പൂവാണ് കേട്ടോ. പിന്നെ ചെമ്പരത്തി പൂവുണ്ട്, സാധാ റോസ് പോലത്തെയാണ് കേട്ടോ. പട്ടു റോസേൻ്റെത് മുള്ളൊക്കെ ഉണ്ട്, മുള്ളൊക്കെ ഉണ്ട് അത്യാവശ്യം. ജൂലി ജൂലി ഇങ്ങോട്ട് നോക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമുക്ക് നേരെ മതിലിൻ്റെ മണ്ടേ കയറുമ്പോൾ, അതായത് ഒരു ചെറിയ മതിലാണ് തട്ട് പോയിരിക്കുന്നത് കണ്ട് ഗൈസ്. ഓ മൈ ഗോഡ് ഗൈസ്, നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. വെയിൽ കാരണം എനിക്ക് ഒന്നും കാണാൻ പറ്റുന്നില്ല ഗൈസ്. താഴെ കാണുന്നത് വലിയ മതിലൊന്നുമല്ല, നമുക്ക് ചാടാൻ പറ്റുന്ന രീതിയിലുള്ള മതിലാണ്. നമ്മളെ തലയ്ക്ക് മീതെ കിടക്കുന്ന സംഭവമില്ലേ, ഇത് മുല്ലയാണ് ഗൈസ്. മുല്ല മുല്ലയാണ് ഗൈസ്. ഇതിൻ്റെ മണ്ടയിൽ വലിഞ്ഞേറിയിന്, ഇതുകൊണ്ട് മണ്ടയിൽ വലിഞ്ഞേറി ഞാൻ താഴെയിട്ട് ഇറങ്ങേണ്ടി വരും. നമുക്കങ്ങനെ തന്നെ ചെയ്യും, ഇരട്ടി പണിയാം. നമ്മൾ ഏറ്റവും മണ്ടയിലാണ് കയറിയിരിക്കുന്നത്. അയ്യോ, നമുക്കിവിടെ നീതി ഇറങ്ങാം. അമ്മയോട് നമ്മൾ നേരത്തെ സ്ഥലത്തിനെത്തി. നമ്മളൊരു വീട് കണ്ടതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ജൂലി പെണ്ണ് ഇവിടെയാണ് കിടക്കുക. ഞായറാഴ്ച ദിവസങ്ങളിലുള്ള അങ്ങോട്ടാണ് കെട്ടാറുള്ളത്. രണ്ടാളവിടെയും കിടക്കുക. പിന്നെന്ന് പറയുമ്പോൾ നമ്മുടെ മിന്നിപ്പെണ്ണാണ്. ഹായ് പറയൂ മിന്നിപ്പെണ്ണെ. നോക്കുന്നില്ല, ക്യാമറയിലോട്ട് നോക്കുന്നില്ല, നോക്കൂല, നോക്കണ പണിയില്ല. കുറച്ച് ജാട കൂടിയിട്ടുണ്ട് പെണ്ണിന്. വൈറ്റ് ബോർഡ് ആട്ടുകല്ല് കമത്തിയിട്ടേക്കാണ്, ഇല്ലെങ്കിൽ വെള്ളം കെട്ടി കിടക്കുന്ന അതിൽ കൊതുമുട്ടയില്ലേ, മുട്ടയിടില്ലേ, കുറേ കിടപ്പുണ്ട് ഗൈസ്. മൈൻഡ് ചെയ്യണ്ട, മൈൻഡ് കൂടെ. നമ്മുടെ ഒരു കൽപ്പട്ടം വെക്കുന്ന റൂം ഗൈസ്. ഇങ്ങനെ പോകുമ്പോൾ ഒരു വലിയ ടെടി, അങ്ങനെ പോകുമ്പോൾ ടെഡീസ്. ഓ മൈ ഗോഡ് ഗൈസ്, ഹലോ ടെഡി. ഓ മൈ ഗോഡ് ടെഡി. ഓ ഗൈസ്, അത് ആ ഓറഞ്ച് ചെടിയിലേക്കാണത്. ഒരു ചെടിയുണ്ട്, തൊപ്പി. എൻ്റെ വണ്ടിയിൽ തൊപ്പിയൊക്കെയാണ് വിശ്വസിക്കാറ്. ഈ രണ്ടെണ്ണത്തിൽ ക്യൂട്ടായിട്ടുള്ളത് ഏതാണെന്ന് പറഞ്ഞേക്കണേ. പിന്നെ നിങ്ങൾക്ക് സാധാ പെനാണോ ഇഷ്ടം, അതോ ഇങ്ങനത്തെ ക്യൂട്ട് പെൻസാണോ ഇഷ്ടം, അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഫേവറേറ്റ് കളർ പിങ്ക് ആണോ അതോ റെഡ്, അല്ലെങ്കിൽ ഈ ബാഗ്സിലൊക്കെ ഏത് ബാഗ്സാണ് ഇഷ്ടപ്പെട്ടതെന്ന് പറയാം. ഈ സാധനം ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരണം. ടോയ്സ്, അതിൻ്റെ ബാക്കിൽ തന്നെ കുറേ പാവകളുണ്ട്, നിരന്ന് കൂടി കിടക്കുന്നുണ്ട്, നമുക്ക് കാണാൻ കഴിയുമ്പോൾ. ഗായ്സ് കണ്ടു ഞാൻ വിചാരിക്കുന്നു. നമുക്ക് അമ്മാമേനെ പരിചയപ്പെടാം. യെസ് ഗൈസ്, അമ്മ അറ്റാറ്റം കാണിച്ചിരിക്കുന്നു ഗൈസ്. ഇനി നമുക്ക് വേറൊരാൾ, ഇത് ഞങ്ങളുടെ ലിവിങ് റൂമാണ് ഗൈസ്. നമുക്ക് മുത്തശ്ശിയെ പരിചയപ്പെടാം ഗൈസ്. ഹായ് കാണിച്ചിട്ടുണ്ട്, മുത്തശ്ശി ഹായ് കാണിച്ചിട്ടുണ്ട്. നമ്മളുടെ ലിവിങ് റൂമാണ് ഗൈസ്. ഭയങ്കര ചൂട് കിട്ടും, ഫാൻ ഇട്ടിട്ടില്ല. നമുക്ക് അടുക്കളയിലോട്ട് പോകാം, അതായത് കിച്ചണിലോട്ട് പോകാം. ഇവിടെ ഒരു കിച്ചണിലേക്ക് പോകുന്നൊരു ഇതാണല്ലോ. കിച്ചണിലോട്ട് കയറുന്നതിന് മുമ്പ് ഇവിടെ കുറേ പാത്രങ്ങൾ വെച്ചിട്ടുണ്ട് ഗൈസ്. പുറത്തെ ഒരു ഇതാണ് നമ്മൾ കെട്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഗ്രില്ലുണ്ട് കേട്ടോ, ഇതാണ് അടയ്ക്കുന്ന സംഭവം. കൈ വന്നുണ്ട്, ഇതെല്ലാം അവിടെ ഉണ്ട്. ഓക്കെ, കിച്ചണൊക്കെയാണ്.
എനിക്കിനി എവിടേക്ക് പോകാമായിരിക്കും. മിന്നിപ്പെണ്ണ് വീണ്ടും പുറത്തേക്ക് കാവലിരിയുണ്ട്. അപ്പം അതിനെ കാണാൻ ഗൈസ്. നമുക്കിനി റൂമിലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പം നമുക്ക് അപ്പോൾ ഉറങ്ങുകയാണ് ഗൈസ്. അപ്പോൾ ഒരു ഹായ് പറയാമോ ഗൈസ്? അപ്പോൾ കിടക്കുകയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ചെറിയൊരു ഇതാണ് കിടക്കുന്നത്. ഇവിടെ മിറർ ഇത് റൂമാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പം എൻ്റെ മകളുടെ റൂമാണ്. ഇവിടെ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ കുറച്ച് കാര്യങ്ങൾ കാണിക്കാൻ മറന്നു പോയി ഗൈസ്. ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. സോപ്പ് വെറുതെ കട്ട് ചെയ്ത് സോപ്പ് വെറുതെ കട്ട് ചെയ്തിട്ട് ബബിൾസ് ഉണ്ടാക്കണം എൻ്റെ പണി. വൈറല്ല ഗൈസ്. ഇത് റെഡി ആകാൻ വേണ്ടി വെച്ചേക്കണം കേട്ടോ. ഞാൻ റെഡി ആയിട്ടില്ല ഇതുവരെ. യെസ് ഗൈസ്, ഒരു ബബിൾ ദോ പോകുന്നു. പുറത്തേക്കുള്ള ബബിൾ അത്തേക്ക് ബബിൾ റെഡി ആകുമ്പോഴത്തേനുള്ള ഒരു കട്ട് ചെയ്തില്ല ആ ഒരു ലിക്വിഡ് വരണം. പിന്നൊരു ജീപ്പ് കണ്ടിട്ടുണ്ടോ? ഈ ജീപ്പ് ഇട്ടിട്ടാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റും വാരി അടിച്ചോളൂ പ്ലീസ്. ബ്ലോഗ്സ് കുട്ടനിറയെ ബ്ലോഗ്സ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു ക്യൂട്ട് അലമാര ഉണ്ട്. തുറക്കാൻ കഴിയും. ഇതിൻ്റെ അകത്ത് കുറേ സാധനങ്ങൾ ഇട്ടിട്ടുണ്ട്. ഒന്ന് നിങ്ങളെ കാണിച്ചു തരുന്നത് വേണമെങ്കിൽ ഇത് ഞാൻ എപ്പോഴും പോയി കളിക്കാറുണ്ട്. കുറച്ച് സാധനങ്ങളൊക്കെ കാണിച്ചു. ഇതത് കുഞ്ഞി ആങ്കാസ് ഉണ്ട് കേട്ടോ. ഓക്കെ, എനിക്കിനിയുള്ളത് ഒരു ഷെൽഫ് മാറ്റി ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ സ്റ്റിക്കി നോട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. പിന്നെ കുറേ അലങ്കോല സാധനങ്ങളും ഇതൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. നമ്മളതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. നമ്മളുടെ അനിയത്തിയെ പരിചയപ്പെടാൻ മറന്നുപോയ അനിയത്തിയാണിത്. ഓക്കെ, നമുക്ക് പുറത്തേക്ക് പോകാൻ കഴിച്ചു. ഇവിടുത്തെ എല്ലാം കണ്ടല്ലോ നമ്മൾ. റെഡി എൻ്റെ അനിയത്തി വീഡിയോ ഒക്കെ എടുത്ത് വന്നിട്ടുണ്ട്. ഗൈസ് നമ്മുടെ ബോസാണ്. കുറേ ബോയ്സ് ഉണ്ട്. ഇതൊക്കെ എടുത്ത് ചെയ്തുകൊണ്ടിരുന്ന നല്ല പണിയായിരിക്കും. അപ്പോൾ ഇത്രയുള്ള നമ്മളുടെ വീഡിയോ. പിന്നെ നിങ്ങൾ ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയറും പോയി കോരി അടിച്ചോളൂ ഗൈസ്. ബാക്കിൽ കാണുന്നത് കലാവിരുദ്ധാണ്. അപ്പോൾ ടാറ്റാ.